എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയശക്തി നേടാനും സഹായിക്കുന്നു. ഇന്നെല്ലാവരും ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ചെയ്യുക. ജൂലൈ 12, 2025 മിഥുനം 28 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യവിജയം, സുഹൃത്ത് സമാഗമം, മത്സര വിജയം, തൊഴിൽ ലാഭം, ശത്രുക്ഷയം ഇവ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം. ശരീരസുഖക്കുറവ്, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പണമിടപാടുകൾ സൂക്ഷിക്കുക, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യപരാജയം, അപകടഭീതി, നഷ്ടം, ഇച്ഛാഭംഗം, ശരീരക്ഷതം, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, സുഹൃത്ത് സമാഗമം, നിയമവിജയം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ബിസിനസ്സിൽ വർധനവ് ഉണ്ടാകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാം, ചർച്ചകൾ വിജയിക്കാം, കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം, പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം ഇവ കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, ധനതടസ്സം, മനപ്രയാസം ഇവയ്ക്കെല്ലാമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, സ്ഥാനലാഭം, സമ്മാനലാഭം ഇവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യപരാജയം, നിയമപരാജയം, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. സർക്കാരിൽ നിന്ന് പ്രതികൂല ഫലയോഗത്തിനുള്ള സാധ്യത കാണുന്നു. വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യതടസ്സം, സ്വസ്ഥതക്കുറവ്, ഉദരവൈഷമ്യം, പ്രവർത്തനമാന്ദ്യം, യാത്രാ തടസ്സം, മനപ്രയാസം ഇവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം, അംഗീകാരം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ബന്ധുസമാഗമം ഇവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗവും കാണുന്നുണ്ട്. ഇന്നത്തെ നാമജപം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്നതാണ്. മഹാലക്ഷ്മിയുടെ കൃപയും ഐശ്വര്യവും
ആശീർവാദമായി അഭിസംബോധന ചെയ്യുന്ന ശുദ്ധമായ നാമമന്ത്രം. ധനസമ്പത്ത്, സൗഭാഗ്യം, കുടുംബ സൗഹൃദം എന്നിവയ്ക്ക് ഈ ജപം ഉപകാരപ്രദമാണ്. വൈകുന്നേരം ദീപം തെളിയിച്ച് ഭക്തിപൂർവം 108 തവണ ജപിക്കുക. മഹാലക്ഷ്മിയുടെ കൃപയിൽ നിങ്ങളുടെ വീട് സമൃദ്ധിയും സമാധാനവും കൊണ്ട് നിറയട്ടെ.